മക്കളെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, അതായത് തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഇത് പരിചയപ്പെട്ടാലോ? നോക്കടാ, ഫസ്റ്റ് ചോദ്യം അല്ലേ? ഫസ്റ്റ് ചോദ്യം എന്താണ്? നോക്ക്, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഉചിതമായത് പട്ടികപ്പെടുത്തുക. ഇവിടെ കുറേ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ടാബുലേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് സ്യൂട്ടബിളി. നോക്ക്, ബീജോൽപാദന കോശങ്ങളിൽ നടക്കുന്നു, ക്രോമസോം സംഖ്യ പകുതിയാകുന്നു, 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു, ശരീരകോശങ്ങളിൽ നടക്കുന്നു, ക്രോമസോം സംഖ്യ മാറുന്നില്ല, 4 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു, പിന്നെന്താ, ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു, പിന്നെന്താണ്, തലമുറകൾ കഴിഞ്ഞാലും ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിർത്തുന്നു. ഓക്കെ, അതാ പറഞ്ഞത്. ടേക്സ് ദ പ്ലേസ് ഓഫ് ജെർമിനൽ സെൽസ്, ക്രോമസോം നമ്പർ ബിക്കം ഹാഫ്, 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്, ടേക്ക് പ്ലേസ് ഇൻ സൊമാറ്റിക് സെൽസ് അല്ലേ? അതേപോലെ there is no changes in the chromosome number, പിന്നെന്താ, 4 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്, പിന്നെ ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി, പിന്നെ ക്രോമസോം നമ്പർ ഈസ് മെയിൻറ്റെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ആഫ്റ്റർ ജനറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്തുമായി റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്? ക്രമഭംഗവും ഊനഭംഗവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ടാബുലേറ്റ് ചെയ്യണം. ഇതിൽ ഏതാണെന്ന് എടുത്തിട്ട്, അതായത് ക്രമഭംഗം അറിയാലോ, മൈറ്റോസിസ്, ഊനഭംഗം അറിയാലോ, മിയോസിസ്. അപ്പോൾ ഇതിന് യോജിച്ച സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, മിസ്സാക്കി കളയരുത്. നോക്ക്, ഞാനിവിടെ ഇതിൽ ഫില്ല് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ അടയാളപ്പെടുത്താം. ആദ്യം നോക്കാം ക്രമഭംഗം, നോക്കാം, ഊനഭംഗം പുറത്തുണ്ട്. ഞാൻ ഓരോന്ന് വായിക്കാം. ബീജോൽപാദക കോശങ്ങൾ നടക്കുന്നു. എന്താ പറഞ്ഞത്? ടേക്ക് പ്ലേസ് ജെർമിനൽ സെൽസ്. എനിക്ക് തോന്നുന്നത് ഇതാണ് മിയോസിസ് ആണ് അല്ലേ? മിയോസിസ് എഴുതാം അല്ലേ? മിയോസിസിലാണ് നടക്കുക. മിയോസിസ് ആണ്, അതായത് ക്രമഭംഗത്തിലാണ് നടക്കട്ടെ. ഊനഭംഗത്തിലാണ് നടക്കുക. ഓക്കെ, രണ്ടാമത് ക്രോമോസോം സംഖ്യ പകുതിയാകുന്നത് ഏതിലാണ്? അതും ഊനഭംഗത്തിൽ തന്നെയാണ് അല്ലെ? ഊനഭംഗം, അതായത് ക്രോമോസോം നമ്പേഴ്സ് ബിക്കം ഹാഫ്, അതും മിയോസിസിലാണ്. മിയോസിസ് ഓക്കെ അല്ലേ? യെസ്. അടുത്തെന്താ? 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഒരു കോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നത് ഏതാ? അത് മിയോസിസ് അല്ല, അത് മൈറ്റോസിസ് ആണ്. അത് ക്രമഭംഗാണ്, അതായത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് ഓക്കെ അല്ലേ? പിന്നെ അടുത്തെന്താ? ശരീരകോശങ്ങൾ നടക്കുന്നത്, നമ്മുടെ സാധാരണ ശരീരകോശങ്ങൾ നടക്കുന്നത് ഏതാണ്? അതും ക്രമഭംഗാണ്, അതായത് മൈറ്റോസിസ് ആണ്. അതായത് ടേക്ക് പ്ലേസ് ഇൻ സൊമാറ്റിക് സെൽ, മൈറ്റോസിസ് ആണ്. ഇനി അടുത്തെന്താ പറയുന്നത്? ക്രോമസോം സംഖ്യ മാറുന്നില്ല അല്ലേ? ക്രോമസോം സംഖ്യ മാറാത്ത ഏതാണ്? അത് മൈറ്റോസിസ് ആണ് അല്ലേ? ക്രമഭംഗാണ്, സംശയമൊന്നുമില്ല. ക്രമഭംഗം, അതായത് മൈറ്റോസിസ്. There is no change in the chromosome numbers, mitosis. Okay. അടുത്ത എന്താ പറഞ്ഞത്? 4 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇതിലാണ്, മിയോസിസിലാണ് കേട്ടോ. മിയോസിസ് ഊനഭംഗത്തിലാണ്, അതായത് 4 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്, അത് മിയോസിസിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തെന്താ പറഞ്ഞത്? ശരീര വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നു. അതും മൈറ്റോസിസ് ആട്ടോ. മൈറ്റോസിസ് ആണ്. അതായത് ക്രമഭംഗാണ്. അടുത്തെന്താ പറഞ്ഞത്? തലമുറകൾ കഴിഞ്ഞാലും ക്രോമോസോം സംഖ്യ സ്ഥിരമായി നിലനിർത്തുന്നു. അതായത് തലമുറകൾ കഴിഞ്ഞാലും അല്ലേ? ഇനിയിപ്പോൾ എനിക്കൊരു കുട്ടി ഉണ്ടായാലും എൻ്റെ കുട്ടിക്ക് ഉണ്ടായാലും എല്ലാവരുടെ ബോഡിയിലും ക്രോമോസോമിൻ്റെ എണ്ണം എത്രയും 46. അപ്പം അത് സ്ഥിരമായി നിലനിർത്തുന്നത് ആരാന്നാ ചോദിച്ചത്? ക്രോമോസോം നമ്പേഴ്സ് ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റന്റ് ഈവൻ ആഫ്റ്റർ ജനറേഷൻ അല്ലേ? അതേതാണ്? അത് മിയോസിസ് ആണ്, സംശയമൊന്നുമില്ല. മിയോസിസ് ആണ് അല്ലേ? ഊനഭംഗാണ് കേട്ടോ. ഊനഭംഗം. അപ്പം എല്ലാം ക്ലിയർ ആയി അല്ലേ? ഊനഭംഗം എത്ര ഉണ്ട്? 1, 2, 3, 4. ക്രമഭംഗം എത്ര ഉണ്ട്? 1, 2, 3, 4. ഓക്കെ, 4 ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം ഇത് നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണം. ക്രമഭംഗത്തിൽ ആര് വരും? ഊനഭംഗത്തിൽ ആര് വരും? മൈറ്റോസിസിൽ ആര് വരും? മിയോസിസിൽ ആര് വരും? ക്ലിയർ കാണാം. ബൈ.